Sir, Jadi Pukal 3.0, you said SC/ST have a different laws regarding each crime. If we bring a UCC, will that change the special laws or special bigotry for SC/ST? ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാക്കേണ്ടതാണ്. അല്ലാതെ തന്നെ ശരിയാക്കേണ്ടത്. ഈ നിയമത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഏതൊരു വിഭാഗത്തിനും ഒരു പോപ്പുലേഷന് അൺഡ്യൂ പ്രിവിലേജ് കൊടുക്കുന്ന, അൺഡ്യൂ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന എല്ലാ നിയമങ്ങളും സാമാന്യ നീതിക്കെതിരാണ്, ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഈക്വാലിറ്റിക്കെതിരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അതിന്റെ അനുഭവസ്ഥ ആകണമെന്നൊന്നും ഇല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബഹുനില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ, ചാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാനായിട്ട് ചാടി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പോക്സോ കേസുകൾക്കെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് പുറത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ പോക്സോ കേസുകളിൽ നടക്കുന്നത്. മിക്കവാറും കേസുകൾ ഇത് രജിസ്റ്റർ ചെയ്ത കേസുകളല്ല നിങ്ങൾ നോക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ നിങ്ങൾ നോക്കുക. ഇതെല്ലാം ഒരു പാർട്ടി പീഡിതനായ ഒരു പാർട്ടി ബ്ലാക്ക് മെയിലായിട്ട് വിട്ടുവീഴ്ച ചെയ്ത് ഒതുക്കിയ കേസുകളാണ്. ജസ്റ്റ് പോക്സോ എടുത്തങ്ങ് വീശുകയാണ്. പല കുടുംബ കലഹങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസ് ഭീഷണി മുഴക്കുകയാണ്. ഇങ്ങനെ ഒരിക്കലും നിയമങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഇത് ഓരോ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾ അതിഭീകരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന ആളുകളാണ്. ഇതെങ്ങനെ ഇത് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നമുക്ക് തമ്പുരാൻ വർഗവും സമൂഹത്തില് നിയമപരമായി ഉണ്ടാവാൻ പാടില്ല. പണ്ടിവിടെ ഉണ്ടായിരുന്നു. അതാണ് ഈ സമൂഹത്തിന്റെ തന്നെ ശാപമായിട്ട് നമ്മൾ കാണുന്നത്. അതാണ്. അങ്ങനെ വർഗങ്ങളെ ഉണ്ടാക്കരുത്, അങ്ങനെ ഗ്രൂപ്പുകളെ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു കാര്യം പരിഹരിക്കാനും പറ്റില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരായിരിക്കും ആ വിഭാഗത്തിലെ ഒരു വളരെ ന്യൂനപക്ഷം വരുന്ന ഒരു ക്രീമി ലെയർ ഇതിനെ ഭീകരമായിട്ട് മിസ്യൂസ് ചെയ്യും. പലം കണ്ടിട്ടില്ലേ? ഞാൻ ഇപ്പൊ പല കേസുകളും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ SC/ST ആയാലും സ്ത്രീകൾ വാദികളാകുന്ന കേസുകളാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ പോക്സോ കേസുകൾ, ഇതെല്ലാം ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്ന പലരും. അപ്പൊ മിസ്യൂസ് എല്ലാത്തിലും ഉണ്ടാകാറില്ലേ? മിസ്യൂസ് എല്ലാത്തിലും ഉണ്ടാകാറുണ്ട്. എല്ലാ സൗകര്യങ്ങളും മിസ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മിസ്യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. രണ്ട്, നിരക്ക് കുറവാണ്. മൂന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടെ മിസ്യൂസ് ചെയ്താലും മറ്റേ ആൾക്ക് വലിയ കാര്യമായ കോട്ടം ഉണ്ടാകുന്നില്ല. നിങ്ങളൊരു കേസ് കൊടുക്കുന്ന, ഒരു കൗണ്ടർ കേസ് കൊടുക്കുന്ന പോലെ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ആ വ്യക്തിയുടെ തന്നെ നാശത്തിന് കാരണമാകുന്നു. അവൻ ചിലപ്പോൾ തടവിലാകുന്നു, അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, അവന്റെ സോഷ്യൽ ഡെത്ത് ഉണ്ടാകുന്നു. ഇതാണൊരു പ്രശ്നം. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ നമ്മുടെ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ മാത്രമല്ല, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പല നിയമങ്ങളും നമ്മൾ സത്യത്തിൽ ഈ മാക്രോൺ മോഡലിലൊക്കെയുള്ള നിയമങ്ങളാണ്. ഇത് പലരും ഇതിന് ഇരകളാകുന്നുണ്ട്, ചുറ്റും ഇരകളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇതൊരു എന്താണ് പറയുന്നത്, ഇത് ഇൻസെന്റിവൈസ് ചെയ്യുന്നു ടെററിസത്തെ എന്ന് പറയുന്നോണം. ഇതും തിരിച്ചും അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളാണ്. സാധാരണ മിസ്യൂസ് ചെയ്യുന്നോണം അല്ല.